या नबी सलाम अलैकुम, या रसूल सलाम अलैकुम, या हबीब सलाम अलैकुम, सलवातुल्लाह अलैकुम. ഇതിപ്പോൾ സഫർ മാസമാണ്. സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ആമിന ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീടിൻ്റെ മുറ്റത്ത് മലക്കുകൾ അണിയണിയായി നിന്നു എന്ന് മങ്കൂസ് മൗലിദിൽ ഉണ്ട്. വസ്തഫത്തിൽ മലായികത്തു അലാ മൻസിലഹാ. ആമിന ബീവിയുടെ വീടിൻ്റെ അടുക്കൽ മലക്കുകൾ വന്ന് സഫായിട്ട് നിന്നു. ആ മാസമാണ് സഫർ മാസം. അപ്പോൾ മുഅ്മിനീങ്ങളെ, ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ വാപ്പ ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. ഇങ്ങനെ കുറേ വാപ്പാരുണ്ട്. മനുഷ്യവർഗത്തിലെ ആദ്യത്തെ വാപ്പ അബുൽ ബഷർ സയ്യിദ്ന ആദം അലൈഹിസ്സലാം. ജിന്നുകൾക്കൊരു വാപ്പ ഉണ്ടായിരുന്നതാണ്, അബുൽ ജാൻ എന്നായിരുന്നു പേര്. അത് ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് തന്നെ ആണെന്നും അഭിപ്രായമുണ്ട്. അല്ല, അത് വേറെ തന്നെയാണ് എന്നും അഭിപ്രായം. മനുഷ്യകുലത്തിൻ്റെ പിതാവ് അബുൽ ബഷർ സയ്യിദ്ന ആദം അലൈഹിസ്സലാം. ചിലർക്ക് കുരങ്ങനാണെന്ന് അഭിപ്രായമുണ്ട്. നമ്മളെ അഭിപ്രായത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ്ന ആദം അലൈഹിസ്സലാമാണ്. മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ ഉമ്മ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചരിത്രത്തിൽ അറിയപ്പെട്ടത് 9 ഉമ്മമാരാണ്. 11 അഭിപ്രായമുണ്ട്, 9 എന്നായാലും ഒരഭിപ്രായ വ്യത്യാസമില്ല. ആ 9 ആളുകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മുത്തുനബിയുടെ ഭാര്യമാരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്തിസ്ഇനി സുവാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമൂനത്തും വറംലാ ഹിന്ദും വസൈനബും കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. ആണ് 9 ആൾക്കാർ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്. അപ്പോൾ 10ാമത്തെ ആളോ വേറെയും നബി തങ്ങളൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 11 ഇതാണ് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അറിയപ്പെട്ട. ഉമ്മാരെ പറ്റി നമ്മൾ എപ്പോഴും പറയലുണ്ട്. ബാപ്പാനെ പറ്റിയിട്ട് അപൂർവമായിട്ടാണ് പറയാനുള്ളത്. ഉമ്മാരെ പറ്റി എല്ലോ വലിയൊരു ഏത് പറഞ്ഞാലും ഉമ്മാനെ പറ്റി ഉണ്ടാവും. പ്രധാനപ്പെട്ട തന്നെയാണ്, അല്ലാന്നല്ല. വാപ്പയും പ്രധാനപ്പെട്ട തന്നെയാണ്. വാപ്പയുള്ള നമ്മളെ അഡ്രസ്സ് പിൻകോഡ് ഒക്കെ വാപ്പയാണ്. അത് വാപ്പയാണ്. വാപ്പയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുത്തതിലെ പ്രധാനപ്പെട്ട കണ്ണി. മനുഷ്യനെ തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയം വാപ്പാൻ്റെതാണ്, ഉമ്മാൻ്റെതല്ല. അതുകൊണ്ട് മനുഷ്യനായ നമ്മൾ ഭൂമിയിലേക്ക് വരണോ എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ വാപ്പയാകുന്നു. വാപ്പ സ്വർഗത്തിൻ്റെ നടുവിലെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വാപ്പ എന്ന് പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബിയെയാണ് അലൈഹിസ്സലാം. അനഫി മില്ലത്തി അബീ ഇബ്രാഹിം. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാകുന്നു എന്ന് പറഞ്ഞു. മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ.
നിങ്ങൾ നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബിയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരു ഓമന പേരുണ്ടായിരുന്നു, അത് ഹനീഫ് എന്നാണ്. അത് നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ പറയും, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമ. ഞാൻ ഹനീഫുമാണ്, മുസ്ലിമുമാണ്. ആ ഹനീഫ് ഇബ്രാഹിം നബിയുടെ ഓമന പേരാണ് അലൈഹിസ്സലാം. ഇതൊക്കെ വാപ്പയാണ് ഈ പറഞ്ഞ സാധനമൊക്കെ. ഒരു നല്ല വാപ്പയാകുക, ഒരു നല്ല ഉമ്മയാകുക, അതാണ് പ്രധാനപ്പെട്ടെന്ന് പറയേണ്ട ഒരാശയം. ഒരു നല്ല വാപ്പയാകാൻ, ഒരു നല്ല ഉമ്മയാവാന് ആരൊക്കെ വിചാരിക്കണം? 7 തലമുറ വിചാരിക്കണമെന്നാണ്. ഒരു വാപ്പ നല്ലവർക്ക് ജീവിച്ചാല് അതിൻ്റെ ഗുണം 7 പേരെ കുട്ടിക്ക് കിട്ടുമെന്ന് ഖിദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും യാത്ര ചെയ്തപ്പോ മതില് നേരാക്കി വെച്ച് കൊടുത്തോടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂസ നബിയും ഖിദർ നബിയും യാത്ര ചെയ്തു. വെള്ളിയാഴ്ച ഓതുന അൽ-കഹ്ഫിലുണ്ട്. ഓരങ്ങനെ പോയിട്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. അതിലെ ഒരു സംഭവം മതില് നന്നാക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ സയ്യിദുന മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാ വേണ്ടാത്ത പണിക്കുന്നത്? വേണ്ടാവില്ല, എന്ത് നല്ല കാര്യം ചെയ്താലും വേണ്ടാത്തതിന് കാണാൻ. എന്തിനാ വേണ്ടാത്തിരുന്നത് ചോദിച്ചു. അതിൽ പറഞ്ഞു, വേണ്ടാത്തല്ല, ഈ മതിലിന്റെ താഴ്ഭാഗത്ത് അങ്ങാടിയിൽ താമസിക്കുന്ന യതീം കുട്ടികൾക്കുള്ള കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് മുതലുണ്ട്, സ്വർണ്ണുണ്ട്. ഓർക്കുള്ള സ്വർണ്ണുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. അതാ വിഷയം. അവിടെ സ്വർണ്ണുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. വക്കാന അബൂഹുമാ സ്വാലിഹ, ആ കുട്ടികളെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് പ്രമുഖമായ എല്ലാ തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട്. ആ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പല്ല, 7ാമത്തെ വല്ലിപ്പയാകുന്നു. അതിനാണ് നമ്മൾ പറഞ്ഞത് 7 തലമുറയാണ് ഒരു മനുഷ്യൻ നന്നായാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുക. കക്കാടം പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇസ്ലാമികമായ അസറുകൾ, അടയാളങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ 7 തലമുറയിലെ ഏതെങ്കിലും നല്ല മനുഷ്യന്മാരെ ജീവിതമാണത്. ഇനി നമ്മളെടുക്കുണ്ടെങ്കിൽ 7 തലമുറക്ക് ഇനിയും കിട്ടും. അപ്പം നമ്മൾ ഒരു കുട്ടിനല്ല നോക്കണത്, ഒരു കുട്ടിനെയും 6 പേരക്കുട്ടികളെയാണ് നോക്കണത്. ഇതാണ് ഒരു വാപ്പ നന്നാവുക എന്ന് പറഞ്ഞാൽ, ഒരു ഉമ്മ നന്നാവുക എന്ന് പറഞ്ഞാല്. വാപ്പ എന്ന് പറഞ്ഞാല് ഒരു വാപ്പാക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇബ്രാഹിം നബിക്കുണ്ടായ ഗുണമാണ്. അങ്ങനെയാകുമ്പോൾ മകനുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം ഇസ്മായിലിനുണ്ടായ ഗുണമാണ് എന്ന് വരും. അതല്ല മോനെ. വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. കാട്ടിലെത്തിയതിന് ശേഷം പറഞ്ഞു, മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലായി എനിക്ക് വഹയി നൽകിയിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? മോൻ പറഞ്ഞു, വാപ്പാ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിച്ചു കൊടുത്തതല്ല. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇസ്മായിൽ നബിക്ക് കിട്ടിയിട്ടില്ല. ഉമ്മ പറഞ്ഞതല്ല, മോനെ, വാപ്പന്നെ അറുക്കാൻ കൊണ്ടുപോട്ടോ, അങ്ങനെ ഒരു പാറൻ്റെ അടുത്ത് എത്തിയാൽ അന്നെ അറുക്കണമെന്ന് അള്ളന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കുട്ടി, ഇങ്ങളെ അറുത്തോളി വാപ്പാ, ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞോളൂ. കുഴപ്പമില്ലടാ, ആർക്കൊന്നുമില്ല. അപ്പോൾ അതിന് ജിബ്രീൽ ആടിനേറ്റ് വരും അലൈഹിസ്സലാം എന്നമ്മ പറഞ്ഞു കൊടുത്തതല്ല. പിന്നെന്തേ ഈ കുട്ടി ഇങ്ങനെ പറയാണ്ടായ കാരണം?
വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടായപ്പോൾ മകന് മകന്റെ ഗുണമുണ്ടായതാണ്. അൽ വലദു സിർറു അബീഹി, മക്കൾ മാതാപിതാക്കളുടെ സ്വകാര്യമാകുന്നു. വാപ്പ ആരും കാണാതെ ചെയ്യണത് മക്കൾ നടുറോഡിലിറങ്ങി ചെയ്യും. വാപ്പാന്റെയും ഉമ്മാന്റെയും സ്വകാര്യം പരസ്യമാക്കുന്നവരാണ് മക്കൾ തന്നെ. മാതാപിതാക്കളുടെ രഹസ്യങ്ങൾ മക്കളുടെ പരസ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് വാപ്പാക്ക് എന്താ ഗുണം ലഭിച്ചാൽ അതന്നെയാണ് മക്കൾക്ക് ഉണ്ടാകുക. ഉസ്താദേ, ഞാൻ എന്തായാലും ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇന്റെ കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് തോരക്കൊണ്ടിട്ടോന്ന് നടക്കൂല. ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയില്ലേ, ഇന്റെ കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് തോരക്കൊണ്ടിട്ടോ എന്ന് പറഞ്ഞാല് ദ്വാരക്കാം, പക്ഷെ സംഗതി നടക്കൂല. എന്തുകൊണ്ട്? ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് നേരാവില്ല. ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിനാൽ ഇന്റെ കുട്ടികളൊന്ന് നേരാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കൊണ്ടു. ഓക്കെ, നമ്മള് നേരാവാൻ തീരുമാനിക്കാതെ ഒരു നേരാവില്ല. ഞാൻ ഇപ്പം എന്തായാലും ഇങ്ങനെ ആയിപ്പോയില്ലേ, ഒരു കാര്യമില്ല, ഞാൻ ഇന്ന് മുതൽ നേരാവാൻ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികളൊന്ന് നേരാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കൊണ്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ. വാപ്പ മാറാതെ മക്കൾ മാറൂല, ഉമ്മ മാറാതെ കുട്ടികൾ മാറൂല. ഏത് മനുഷ്യന്റെയും ഗുണം അവന്റെ വാപ്പിയമ്മയാണ്. ഒരാളെ പറ്റി ചോദിക്കുമ്പോ ആദ്യം ചോദിക്കുക ആരാ ഓന്റെ വാപ്പാന്നാണ്. കല്യാണാലോചനയാണ്, കല്യാണാലോചിക്കാണ്. അബ്ദുറഹ്മാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ആദ്യം എന്താ ചോദിക്കുക, ആരപ്പ അബ്ദുറഹ്മാന്റെ വാപ്പ. അപ്പൊ അങ്ങനെ തലമ ചൊല്ലും, വാപ്പൊന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം തന്തയില്ലാത്തവനാണ്. പിന്നെ ഞാന് എന്ത് ഓലക്കപ്പുണ്ടാക്കുണ്ടായിട്ട് എന്താ കാര്യം? വാപ്പല്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്സത്ത് ഒരാപ്പയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാകുന്നു. നമ്മളെ മലപ്പുറം ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാൽ അർത്ഥം അങ്ങനെയല്ല, വേറെ എന്താ അർത്ഥം? മലപ്പുറം ഭാഷയിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാൽ ഇന്റെ വാപ്പാരാന്നറിയ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കളിച്ചോണ്ടു ആണ് അതിൻ്റെ അർത്ഥം. മലപ്പുറം ഭാഷയിലെ എൻ്റെ അർത്ഥം എന്നാണ്, എന്റെ വാപ്പാരാന്നറിയ എനിക്ക് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം, മര്യാദക്ക് ആലോചിച്ച് കളിച്ചതുകൊണ്ട് വിവരം അറിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് സംഗതി, ഇതാണ് വാപ്പ. മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം അവൻ്റെ വാപ്പയാണ്. ആ വാപ്പയാവാൻ നമുക്ക് കഴിയണം, അതാണ് ഞാനീ പറഞ്ഞത്, അതാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിൽ എത്തിച്ചേർന്നു. തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാര് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കിണറ്റിലിട്ടു. അങ്ങനെ ഒരു കച്ചവടക്കാർ യാത്ര ചെയ്തു വരുമ്പോൾ വെള്ളം കോരാൻ വേണ്ടി വള്ളികൾ കോർത്തുണ്ടാക്കിയ കയറ് കിണറ്റിലേക്ക് ഇറക്കി. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാം ആ കയറിൽ പിടിച്ചു. അത്ഭുതത്തോടുകൂടെ കുട്ടിയെ കയറ്റിയ കച്ചവടക്കാര് കൊണ്ടുപോയി മിസ്റിലെ ചന്തയിൽ എത്തിച്ചു. അവിടെ നിന്ന് അസീസ് രാജൻ യൂസുഫിനെ വിലക്ക് വാങ്ങി സുലൈഖ ബീവിയുടെ കൊട്ടാരത്തിലെത്തി. സുലൈഖയും യൂസുഫും തമ്മിൽ അലൈഹിസ്സലാം പ്രണയമായി. രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് മുഅ്മിനീങ്ങളെ രാജാവ് സ്ഥലത്തില്ലാത്ത സമയത്ത്, അതായത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കാനും മേടിക്കാണ് ഈ പറയുന്നത്. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും ഇങ്ങോട്ട് നോക്കി, നല്ലത് പറയാൻ പറ്റുമോ? കസാലയൊക്കെ അതിൻ്റെ മട്ടത്തിൽ നടന്നോട്ടെ, ബാക്കിയുള്ളവരും ഇങ്ങോട്ട് നോക്കുക. വൈകി വന്നവർക്കുള്ള സീറ്റ് ഓല ഉണ്ടാക്കേണ്ടത് നമ്മളല്ല. നേരം വൈകി വന്നാൽ ഓർക്കുള്ള സീറ്റ് ഓലുണ്ടാക്കുക, എന്നിട്ട് എവിടെ ചെയ്യിക്കുക. നമ്മൾ ആദ്യം വന്നവരല്ലേ, നമ്മൾ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ആദ്യം വന്നവരോടാ വർത്താനം, അല്ലാത്തൊരു കേട്ടാലും വേണ്ടില്ല കേട്ടില്ലേലും വേണ്ടില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് നോക്കുക.
കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് തമാശയാണ് എന്ന കാര്യമാണ്, വെറും തമാശ. തമാശയിൽ കൂടെ കാര്യം പറയാറിയല്ലോ. ഇങ്ങോട്ട് നോക്കിയല്ലേ, യാ നബി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. ഒരു വരിയല്ലേ, അശ്റഫൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും അലൈക്കും. ഇങ്ങോട്ട് നോക്കാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിലെ രാജകൊട്ടാരത്തിലെത്തി. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ യൂസുഫിൽ ആകൃഷ്ടനായി. അസീസ് രാജൻ കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ സുലൈഖ തൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യൂസുഫിനോട് പറഞ്ഞപ്പോൾ യൂസുഫ് വാതിലിക്കൽ തൻ്റെ വാപ്പ നിൽക്കുന്നതായി കണ്ടു. ആ വാപ്പ ഒരു മനുഷ്യനെ നയിക്കുന്ന ബോധമാണ് എൻ്റെ വാപ്പ എന്നുള്ള ബോധം. അതിന് നമുക്ക് കയ്യോ എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഇതാണ് സംഗതി, ഇതാണ് ഈ വാപ്പ പറഞ്ഞ. അതിന് നമുക്ക് കയ്യുന്നുണ്ടോ? അതിന് നമുക്ക് കയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സന്താന പരിപാലനത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ 5 കുറേ ഉണ്ട്. എല്ലാം കൂടി എണ്ണിയാൽ 12 മണിക്ക് നിർത്താൻ കഴിയൂലല്ലോ. അപ്പൊ അതിന് എന്ത് കിട്ടി? 12 മണിക്ക് നിർത്തുമെന്ന് കിട്ടിയല്ലോ. അതാണ് സംഗതി. ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എപ്പോഴാ ഇയാൾ ഇത് നിർത്തുക? 12 മണിക്കാണ് നിർത്തുക എന്നിപ്പോൾ കിട്ടിയല്ലോ. എന്തായാലും അങ്ങനെ. അപ്പോ 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ സാഹചര്യത്തോട് യോജിച്ചുകൊണ്ട് ഞാൻ 5 എണ്ണ. അതിലെ ഒന്നാമത്തെ കാര്യം മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം എന്നതാകുന്നു. ബാപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്ത് നിന്നാണ് മക്കൾക്ക് ഈമാൻ കിട്ടുക. 2 തരം മുഅ്മിനീങ്ങളുണ്ട്, 2 തരം മുസ്ലിങ്ങളുണ്ട്. ഒന്ന് ആദി മുസ്ലിമാണ്, വേറൊന്ന് ഓദി മുസ്ലിമാണ്. 2 തരം മൂല്യന്മാരുണ്ട്. ഒന്ന് ആദി മൂല്യരാണ്, ഒന്ന് ഓദി മൂല്യരാണ്. പാപ്പ മൂല്യരാണ്, അതിനാൽ മകനും മൂല്യരാണ്, അതാണ് ആദി മൂല്യര്. വാപ്പ മുസ്ലിമാണ്, അതിനാൽ മകനും മുസ്ലിമാണ്, അതാണ് ആദി മുസ്ലിം. ഈ ഇരിക്കണയിൽ 99% ആദി മുസ്ലിമേക്കാരും. ഓദി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പൊന്നാനി പോയി, അല്ലെങ്കിൽ കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാം സഭയിൽ പോയിട്ട് ഇസ്ലാമിനെയൊക്കെ പഠിച്ച് കലിമത്തു ഷഹാദ ഉദ്ധരിച്ച് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ തൊപ്പിട്ട് വരിക, അതാണ് ഓദി മുസ്ലിം. അതാണ് സാധനം. അപ്പൊ 2 തരം മുസ്ലിങ്ങളാണ്. ഒന്ന് ആദി മുസ്ലിങ്ങൾ, നമ്മൾ ഭൂരിഭാഗവും ആദി മുസ്ലിങ്ങളാണ്. വാപ്പ മുസ്ലിമാണ്. അതിനാൽ എന്താണ് ആദി മുസ്ലിം പറഞ്ഞാല് ഞമ്മക്ക് ഈമാനുണ്ട്. ആ ഈമാന് ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയതാണ്, വാപ്പാൻ്റെ അടുത്ത് കിട്ടിയതാണ്. എന്നാ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, വാപ്പാൻ്റെ അടുത്തുനിന്നും ഇമ്മാൻ്റെ അടുത്തുനിന്നും കിട്ടിയതിന് തെളിവ് വേണ്ടി വരൂല എന്നൊരു പ്രത്യേകത ഉണ്ട്. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലും, തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലും. എന്നാൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി മറക്കും.
അതിനേക്കാൾ കൂടുതൽ തുമ്മിയ അൽഹംദുലില്ലാ മറക്കും. എന്നാൽ നമ്മൾ ട്രൗസർ ഇടാൻ മറക്കലില്ല, അതായത് തുണിയെടുക്കാൻ മറക്കലില്ല. ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഓടുകയാണെങ്കിലും തുണിയെടുത്ത് കണ്ടവണ്ട. പിരാന്തായാൽ വരെ തുണിയെടുക്കും. പിരാന്തന്മാരെ കണ്ടില്ലേ, മുന്നും പിന്നൊക്കെ കീറിയിട്ടുണ്ടാവും, ഒരു ഫാനിട്ടുണ്ടാവും. എന്താ വ്യത്യാസം? ബിസ്മിയും അൽഹംദും തുണിയെടുക്കലും തമ്മിൽ എന്താ വ്യത്യാസം? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് നമ്മൾ വലുതായതിൻ്റെ ശേഷം പഠിച്ചതാണ്. തുണിയെടുക്കണമെന്ന് എന്തിനാ തുണിയെടുക്കണത് എന്ന് തിരിയാത്ത കാലത്ത് ഉമ്മ പഠിപ്പിച്ചതാണ്. ഉമ്മ പഠിപ്പിച്ചത് ജീവിതത്തിൽ പോകൂല. വലുതായിട്ട് പഠിച്ചത് ജീവിതത്തിൽ പോകും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ടോ അതൊക്കെ ഉമ്മ പഠിപ്പിച്ചേക്കാം. ഇതാണ് സംഗതി. ഉമ്മയും ബാപ്പയും പഠിപ്പിച്ച ഈമാനാണ് നിലനിൽക്കുക. അല്ലാഹുവിൽ നമുക്ക് ഇതുവരെയും സംശയമൊന്നുമില്ല. അതിൻ്റെ കാരണം ഉമ്മ പഠിപ്പിച്ചതാണ്. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊലാ. ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. മദ്ഹറുൽ ഉലൂം രണ്ടാമത്തെ മദ്രസയാണ്. നമ്പർ 8. ഒന്നാമത്തെ മദ്രസ ഉമ്മ. അൽ ഉമ്മു ഹിയ അൽ മദ്റസത്തുൽ ഊലാ. അവിടെ അൽ ഊല എന്നതിന് അല്ലാഹു എന്ന അർത്ഥം കൂടിയുണ്ട്. അൽ ഉമ്മു ഉമ്മയാണ്. ഹിയ അൽ മദ്റസത്തു അൽ ഊല, അല്ലാഹുവിനെ പഠിപ്പിക്കുന്ന മദ്രസ. അള്ളാനെ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല. അതാണ് ഈമാൻ എന്ന സാധനം. അതാണ് ഈമാൻ. ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയ ഈമാൻ അതാണ്. ഉമ്മാൻ്റെ അടുത്ത് കിട്ടിയ ഈമാന്, വാപ്പാൻ്റെ അടുത്ത് കിട്ടിയ ഈമാന്. അപ്പോൾ മക്കളെ ഈമാൻ പഠിപ്പിക്കലാണ് ഒന്നാമത്തെ ഭാഗം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മക്കളെ ഈമാൻ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഈമാൻ പറഞ്ഞാൽ 1-2 കാര്യമൊന്നുമല്ല, കുറേ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട കാര്യങ്ങൾ 6 അതേസമയത്ത് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 അഭിവേ ദേശം ശബ്ദം കുറക്കി ദേശം പാകത്തിനുള്ള ശബ്ദം മതിയല്ലോ. കേൾക്കുന്നുണ്ടല്ലോ. അതായത് ശബ്ദം എല്ലാ കുട്ടിയതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ കഴിയില്ല. അപ്പം അതാണ് കുറക്കാൻ പറഞ്ഞത്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരേണ്ടി വരും, ഇടയ്ക്ക് ഇങ്ങനെ വരേണ്ടി വരും. അതൊക്കെ ഉറക്കം വരുമ്പോൾ ഇങ്ങനെ വരേണ്ടി വരും. ഉറക്കം വരാത്തുമ്പോൾ ഇങ്ങനെ വരേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റാണ് പരിപാടികൾ. ഇങ്ങനെ നോക്കുക എല്ലാവരും. അപ്പോൾ ഉമ്മ പഠിപ്പിച്ച ഈമാൻ, വാപ്പ പഠിപ്പിച്ച ഈമാൻ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അതിന് നമ്മൾക്ക് ആദ്യം എന്ത് വേണം? ഈമാൻ എങ്ങനെ പഠിപ്പിക്കുക എന്ന് മനസ്സിലാവണം. നല്ലത് കഴിയുള്ളൂ. ഈമാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം ഈമാൻ എന്താണെന്ന് മനസ്സിലാവണം. ഈമാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിശ്വാസം എന്നാണ്. ഈമാൻ കാര്യങ്ങൾ 6, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 എന്താ വ്യത്യാസം? ഈമാൻ കാര്യം 6 കാരണമുണ്ട്. അതൊരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി തങ്ങളുടെ അടുക്കൽ തൂവെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാനില്ല. കാലിൻ്റെ മുട്ടിൻ്റെ അടുത്തേക്ക് മുട്ടി ഇങ്ങനെ ചേർത്ത് വെച്ചിരുന്നിട്ട് 3 ചോദ്യം ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്. അപ്പോൾ 5 കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാം കാര്യം എത്രണ്ണായി? 5 ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ 5 കാര്യമൊന്നും അല്ല. ഇസ്ലാമിൽ വേറെ കുറേ കാര്യമുണ്ട്. പക്ഷെ ഇസ്ലാം കാര്യം എന്നുള്ള കാര്യം 5. ഈ ഹദീസാണ് അതിൻ്റെ കാരണം. രണ്ടാമത് ചോദിച്ചു, അമൽ ഈമാനു യാ റസൂലല്ലാഹ്. അപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. അതിനാൽ ഈമാൻ കാര്യം 6, പക്ഷെ വിശ്വസിക്കേണ്ട കാര്യം 6.
നല്ലോണം മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞിട്ട് എന്താ ഇയാൾ പറഞ്ഞതെന്ന് തോന്നും. ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളത് അനുഷ്ഠിക്കാനാണല്ലോ, ജീവിതത്തിൽ കൊണ്ടുവരാൻ. അതിനെ അമലിയാത്തുകൾ എന്നാണ് പറയാ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് ദീനിയാത്ത് എന്നാണ് പറയാ. നമ്മളെ മദ്രസയിലെ പാഠപുസ്തകം 2 ആകെ 2 ബുക്കാണ്. പിന്നെ ആ 2 അനുബന്ധമായിട്ട് കുറെ ബുക്ക് ഉണ്ടാവും. അടിസ്ഥാനപരമായി 2 ബുക്കാണ്. ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. അപ്പൊ അതവും ബുക്കോന്ന് ചോദിച്ചിരുന്നാള്, അത് ദീനിയാത്തും അമലിയാത്തും പഠിക്കാനുള്ള പഠനം. അപ്പൊ ലിസാനുൽ ഖുർആനോ എന്ന് ചോദിച്ചു, അത് അമലിയാത്ത് പഠിക്കാനുള്ള പഠനം. അങ്ങനെ അപ്പൊ ഓരോന്നും അങ്ങനെ. അടിസ്ഥാന ബുക്ക് 2 ഒന്ന് ദീനിയാത്ത്, മറ്റൊന്ന് അമലിയാത്ത്. ദീനിയാത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന കിതാബ്. നമ്മളെല്ലാരും പഠിച്ചൊരു പാട്ടാണ്, ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫറളാണ്. ഇസ്ലാം കാര്യം 5 എന്നുള്ള പാട്ട് ഉണ്ടാവേണ്ടത് അമലിയാത്തിലല്ലേ? അല്ലേ? പക്ഷെ അതുള്ളത് ദീനിയാത്തിലാണ്. ഇസ്ലാം കാര്യം 5 എന്നുള്ള പാട്ട് ശരിക്കും ഉണ്ടാവേണ്ടത് എവിടെയായിരുന്നു? അമലിയാത്തിലായിരുന്നു. പക്ഷെ ആ പാട്ട് ഉള്ളത് എവിടെയാണ്? ദീനിയാത്തിലാണ്. എന്താ കാരണം? ഇസ്ലാം കാര്യം 5 എന്ന് വിശ്വസിക്കണം. അപ്പൊ 6ന്റെ പുറത്തുള്ളത്. നിസ്കാരം ഫറളാണെന്ന് വിശ്വസിക്കണം. 6ന്റെ പുറത്തല്ലേ? നോമ്പ് നോറ്റില്ലെങ്കിൽ കാഫിറാവൂല, നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. ഹജ്ജിന് പോയില്ലെങ്കിൽ കാഫിറാവൂല, ഹജ്ജിനെ നിഷേധിച്ചാൽ കാഫിറാവും. അപ്പോൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 6 ഈമാൻ കാര്യം 6. അതിന്റെ കാരണം ആ ഹദീസാണ്. വിശ്വസിക്കാൻ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം വിശ്വസിച്ചിരിക്കണം. ഇനി ഈമാൻ കാര്യങ്ങളിലെ ഓരോന്നിനും വേറെ കുറെ കാര്യങ്ങൾ വിശ്വസിക്കണ്ടേ? അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിശ്വസിച്ചാൽ പോരാ. 20 വാജിബായ സിഫത്ത് വിശ്വസിക്കണം, 20 മുസ്തഹീലായ സിഫത്ത് വിശ്വസിക്കണം, ഒരു ജായിസായ സിഫത്തിനെ വിശ്വസിക്കണം, 99 അസ്മാഉൽ ഹുസ്ന വിശ്വസിക്കണം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കണം. ഇനി ഖുർആൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമൊന്നല്ല. അമ്പിയാക്കളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാലും ഒരു വിശ്വാസമല്ല. 25 അമ്പിയാക്കളെ പേര് വിശ്വസിക്കണം. അത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതിനാൽ. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. ശരിക്ക് ഇതൊക്കെ ഉമ്മാന്റെയും ബാപ്പാന്റെയും അടുത്ത് നിന്ന് പഠിച്ചാലാണ് നിലനിൽക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് വേണം? ഈമാനിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കിയാലാണ് പഠിപ്പിക്കാൻ കഴിയുക. ഈമാന്റെ അടിസ്ഥാനം എന്താ? ഈമാന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മള് എല്ലാരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടാവുന്നത്. മരണത്തിന് ശക്തമായ വേദനയുണ്ട്. ഇന്നതിൽ മൗത്തില സക്കറാവാത്ത് നമ്മളെല്ലാരും വിശ്വസിക്കും. സത്യത്തിൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ബോധം പോവല്ലോ. മരണത്തിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ബോധം പോകും. ബോധം പോയാൽ വേദന ഉണ്ടാവില്ലല്ലോ. നമ്മൾ സർജറി ചെയ്യാൻ ബോധം കെടുത്തല്ലേ? അതിനെ ബോധം കെടുത്തുന്നത് വേദന അറിയാതിരിക്കാൻ. മരിക്കണതിന് മുമ്പ് ബോധം പോകുമല്ലോ. ബോധം പോയാൽ വേദന ഇല്ലാതിരിക്കല്ലേ വേണ്ടത്. പക്ഷേ നമ്മൾ വേദന ഉണ്ടെന്നാണല്ലോ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട്? അതാണ് ഈമാന്റെ അസ്തി. എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചു? സിറാത്ത് മാല എന്ന് പറഞ്ഞാൽ മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചുള്ളതുമാണല്ലോ. മുടിയേക്കാൾ നേർമയായതിന് വാളിനേക്കാൾ മൂർച്ച ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ലല്ലോ. എന്നാൽ അത് മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്തേ അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അതാണ് ഈമാന്റെ അസ്ലി. എന്താന്ന് ഞാൻ പറയാൻ പോണുള്ളൂ. ഞാൻ പറയും. ഖബറിൽ ജീവിതം ഉണ്ടെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഖബറ് മാബൈന തുലൂഇ വൽ ഖുറൂബ് വിശാലമാകും. ചില ആൾക്കാർക്ക് നമ്മൾ വിശ്വാസമുണ്ട്. ഉദയം മുതൽ അസ്തമയം വരെ അത്രയും നീളമുണ്ടാവും ഖബറ് ഉള്ളിൽ. എൻ്റെ നാട്ടിൽ പള്ളിയുടെ മുമ്പിൽ കോട്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 250 വർഷം മുമ്പ് പഴക്കമുള്ള ഖബറുകൾ തുറന്നു.
വേറെ ഖബർക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് തുറന്നത്. ഒന്നുമില്ല. ആ സാധനത്തിനെ നമ്മൾ വിശ്വസിക്കേണ്ടത് മാബൈന തുലൂഇ വൽ ഖുറൂബ്, ഉദയം മുതൽ അസ്തമയം വരെ വിശാലമായിരുന്നു. എന്താ വിശ്വസിക്കാൻ കാരണം? ഒരു കാരണമാണ് അതിനുള്ളത്. ആ കാരണമാണ് ഈമാന്റെ അടിസ്ഥാനം. എന്താണ് ആ കാരണം എന്ന് പറയുന്നത്? മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒപ്പം സിറാത്ത് പാലും പോകും, ഖബർ ജീവിതം പോകും, മരണത്തിൻ്റെ വേദനയും പോകും, സ്വർഗ്ഗം അതിൻ്റെ ഒപ്പം പോകും, നരകം പോകും. മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാകുന്നു എന്ന വിശ്വാസമാണ് ഈമാനിൻ്റെ അസ്ല്. അയിമെന്നാണ് ബാക്കി എല്ലാ വിശ്വാസം വരുന്നത്. ഇത് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈമാൻ പഠിപ്പിച്ചു. ഇത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈമാൻ പഠിച്ചു. എങ്ങനെ പഠിപ്പിക്കാമെന്ന് ഞാൻ പറയട്ടോ. ഞാൻ പറയാം എങ്ങനെ പഠിപ്പിക്കാം. പഠിപ്പിക്കേണ്ട സാധനം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം എന്നറിയോ? ഇളകാതെ പഠിപ്പിക്കണം. ഏറ്റവും പുതിയൊരു വിവാദം പറയാം. ഏറ്റവും പുതിയൊരു വിവാദം, സുർക്ക കഴിച്ചാല് ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാകും, പെണ്ണുങ്ങൾക്ക് വെള്ളപോക്കുണ്ടാവും. സുർക്ക കൂട്ടിയാല് ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലുണ്ടാവും, പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവും? വെള്ളപോക്ക്, അസ്ഥി ഉരുക്കുണ്ടാവും. അതിൻ്റെ പുറമെ രണ്ടു കൂട്ടർക്കും വയറ് കാളിച്ചുണ്ടാവും. അതിൻ്റെ പുറമെ അത് ദഹന പ്രക്രിയയെ ബാധിക്കും. അച്ചാറ് കൂട്ടിയാൽ അതിൽ സുർക്കേണ്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ ഹദീസിലുണ്ട് സുർക്ക നല്ല കൂട്ടാനാകുന്നു. അടച്ചോനെ എന്തൊക്കെ ലഭിതങ്ങള് അങ്ങനെ പറഞ്ഞാവല്ലേന്ന് തോന്നിയാല് ഇമാം പറയാണ്, ഇന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തേലും ഒരു കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നതിന്റെ പേരാണ് ഈമാൻ. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി. നബിയെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരു ആട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒരാട്ടിടയന്റെ ഒപ്പം എനിക്ക് കടന്നുറങ്ങാൻ പറ്റൂല. നബി തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്ക് ഒരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് വേഗം പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവർ ഒരു കൂട്ട് വസ്ത്രം വേഗത്തിൽ വാങ്ങിക്കൊടുത്ത് തിരിച്ചയച്ചു. ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാ? അല്ലാ എന്തേലും ഉണ്ടോന്നാവോ എന്ന് തോന്നിയാൽ ഈമാന്റെ അഡ്രസ്സും പോയി. എന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്നേ തോന്നാവൂ. അതിനനുസരിച്ച് നമ്മളെ മക്കളെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈമാൻ പോവില്ല. ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തില് ഏറ്റവും തർക്കങ്ങൾ നടക്കാറുള്ള മാസം റബീഉൽ അവ്വലാണ്. സഫർ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും, ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യൻ ആയി കിട്ടായിട്ടുള്ള ബേജാറ് മുഹറത്തിൽ തുടങ്ങും. ദൗർഭാഗ്യവശാൽ ഈമാനും വേണി കളി, ഈമാനും വേണി കളി തന്നെ സംഗതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കുറവായി പരിഗണിക്കുന്ന ദുആ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്ന ദുആ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പരിഗണന നൽകാത്ത ദുആ വാങ്ങിന്റെ ശേഷമുള്ള ദുആയായിരിക്കും. എന്താ കാരണം? അത് മുഹമ്മദ് നബിക്കുള്ള ദുആയാണ്. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ വബ്അസു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദതഹു. മുഹമ്മദ് നബിക്കുള്ള ദുആയായതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളതിന് തീരെ വില കൊടുക്കൂല.
ഞാൻ ഇപ്പൊ പെടുന്ന ദ്വാരക്കാണ്, പഠിച്ചോനെ റബ്ബേ ക്യാൻസർ, കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ മാറാവ്യാധി രോഗങ്ങളൊന്നും തരരുതാന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ആമീൻ പറയും. എന്നാൽ അതിൻ്റെ 100 മടങ്ങ് പ്രാധാന്യം നൽകേണ്ട ഒരു ദ്വാണ് ബാങ്കിന്റെ ശുദ്ധ. എന്താ വിഷയം? അത് ശഫാഅത്തിനെ നിർബന്ധമാക്കുന്ന ദ്വാണ്. ആ ദുആ ആരെങ്കിലും നടത്തിയാൽ വജബത് ലഹു ശഫാഅതി ഹബീബുനാ റസൂലുള്ളാഹി, അവൻ എൻ്റെ ശഫാഅത്തിനെ നിർബന്ധമാക്കി കഴിഞ്ഞു എന്ന് മുഹമ്മദ് നബി. ബാങ്കിന്റെ ശേഷമുള്ള ദുആ എത്ര ആൾക്കാർ പെരയിൽ ശ്രദ്ധിക്കലുണ്ട്, മക്കളെ കൊണ്ട് ദ്വാരപ്പിക്കലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ താല്പര്യം പറഞ്ഞാൽ ഈമാൻ പോകും. അതുകൊണ്ട് ഈമാനിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കലാണ്. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരപ്പണി കഴിഞ്ഞതിന് ശേഷം പെര പൈൻ്റ് അടിക്കാണ്. മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, എന്തിനാ പൈൻ്റ് അടിക്കണത്? വൃത്തി ഈമാന്റെ ഭാഗാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ പഠിപ്പിക്കണം. പെരപ്പണി കഴിഞ്ഞിട്ട് ചുവന്ന റോസാപ്പൂവിന്റെ കൊമ്പ് മുറ്റത്ത് കൊടുന്ന് കുഴിച്ചു വെക്കുമ്പോ ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ റോസാപ്പൂവിന്റെ കൊമ്പ്? അത് പഞ്ച് കടിച്ചൂലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പഞ്ച് കടിച്ചാണെങ്കിലും കുഴപ്പമില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റോസാപ്പൂവിന്റെ മണമാണുണ്ടായിരുന്നത് എന്ന് ഹദീസിലുണ്ട്, അതുകൊണ്ടാണ്. തന്നെ ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം. അത് കുട്ടികളെ കൽബിക്കണ് കയറിയാൽ ഈമാൻ സെറ്റാവും. ആന തമ്മ് കുത്തിയാലും ഈമാൻ അളവില്ല. അബൂബക്കർ സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു മിഅ്റാജിന്റെ പിറ്റേ ദിവസം പറഞ്ഞു, ഇന്നലെ രാത്രി 7 ആകാശങ്ങൾ പോയി, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി തിരിച്ചു വന്നു എന്നറിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പറഞ്ഞു തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരാണ് ഈമാൻ. അപ്പോ ഒന്നാമത്തെ കാര്യം, മക്കളുടെ ഈമാൻ സംരക്ഷിക്കണം. അതിന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പെരേൽ നബി തങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വേണം. അത് നമ്മളെ ഓഫീസ് റൂമിന്റെ കബോർഡിന്ന് പാത്രം കുടുക്കിയും കാലും എടുത്തിട്ട് അടുക്കളയെ കൊണ്ടുവച്ചിട്ട് അവിടെ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ബുക്കുകൾ വെക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഡൈനിങ് ഹാളത്തെ കബോർഡിൽ എന്താ ഉണ്ടാവുക? ഗ്ലാസും പാത്രവും പ്ലേറ്റും. അത് പഠിക്കണി കൊണ്ടാണ് അടുക്കളയിൽ. എന്നിട്ട് അവിടെ എന്ത് വെക്കണം? മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വെക്കണം. സിറ്റ് ഔട്ടില് അല്ലെങ്കിൽ ഓഫീസ് റൂമില്, ലിവിങ് റൂമില്, ടീപ്പോയിന്റെ പുറത്ത് തന്നെ നബിതങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബുക്ക് വേണം. ആരെങ്കിലും നമ്മളെ പെരയിൽ വന്നിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എടുത്തു നോക്കിക്കോട്ടെ. ബാപ്പിയും മക്കളും കൂടി ഒന്നിച്ച് വണ്ടിയിൽ ഇങ്ങനെ എവിടേക്കോ പോവുകയാണ്. എന്തായാലും നമ്മൾ വണ്ടിയിൽ ഒരു പാട്ട് വെക്കും. അത് മുത്തുനബിയുടെ മദ്ഹായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലായിടത്തും നബിതങ്ങളോട് പരിചയപ്പെടുത്തിയിട്ട് മക്കളിൽ അതങ്ങോട്ട് ഉറച്ചാല് ഈമാൻ ഉറച്ചു. അതുറച്ചാലേ ഈമാൻ ഉറക്കുള്ളൂ. അത് ഉറച്ചവർക്ക് ഈമാൻ ഉറച്ചിട്ടുള്ളൂ. അത് ഇടയ്ക്കവർക്ക് ഈമാൻ പോയിട്ടുണ്ട്. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം അതാണ്. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിൽ താല്പര്യക്കുറവാണ്. സർവമത സത്യവാദത്തിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ താല്പര്യക്കുറവാണ്. ബിദ്അത്തിന്റെ അടിസ്ഥാനം അതാണ്. സ്ത്രീ പക്ഷപാതത്തിന്റെ അടിസ്ഥാനം അതാണ്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം അതാണ്. തുടങ്ങി എല്ലാ ഇസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പരിശോധിച്ചാൽ
ഇലാഹിയായ മതം അല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ ഒരേ കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈമാൻ നിലനിൽക്കണോ, മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റബീഉൽ അവ്വലാ വരുന്നത്, ആരും വിളിച്ചണ്ട, പെരക്കാരിരുന്നുണ്ടെങ്കിലും ഒരു മങ്കൂസ് മോര് തോന്നണം. വിളിക്കാൻ മടിയുണ്ടെങ്കിൽ വിളിക്കണ്ട, വിളിച്ചാൽ നല്ല തന്നെ വേണ്ട. അവനാൻ പെരക്കാരിരുന്നിട്ട് ബാപ്പയും കുട്ടികളും കൂടി ഫിൽ കവാകിബി കൽബുദുർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചെല്ലാം. അങ്ങനെ ഓലില് ഇതങ്ങോട്ട് ഓർക്കണം. ഇനി അത് റബീഉൽ അവ്വൽക്ക് മാത്രമുള്ള ഒന്നല്ല കേട്ടോ. ബാപ്പാന്റെ ആണ്ട് വന്നു, അപ്പോഴും ചെല്ലണം. അന്ത മുൻജീനവദൻ മിൻ ശഫാഅതിക സഫ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ബാപ്പയ്ക്ക് തങ്ങളെ അച്ഛന് പോയപ്പോഴും ചെല്ലി. ബാപ്പയ്ക്ക് തങ്ങളെ അച്ഛന് പോയപ്പോ ബാപ്പയ്ക്ക് തങ്ങളെ താരീഫ് പറയുന്നുണ്ടല്ലോ, മങ്കൂസ് മോര് തോന്നിയിട്ടാണ് ഇറങ്ങിയത്. ഇന്നനാനർജു ഇലാ കഅ്സി ഹൗദിക ലില്ലതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാം. നിങ്ങൾ ചെല്ലാം അങ്ങനെ മടിച്ചാൽ ഇതൊരിക്കലും മുഖ്യം കിട്ടൂലട്ടോ. അബ്തഹി വൽ ഹബീബിൽ അറബി. ചുളി തീർന്ന് ചെല്ലണം, ചുളി തീർന്നിട്ട് ചെല്ലണം. ഒന്നുകൂടി ചെല്ലി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നമ്മളെ വാപ്പ ചെല്ലിയതാ നമുക്ക് കിട്ടിയത്. നമ്മളെ വല്ലിപ്പാക്ക് മങ്കൂസ് മോര് കാണാതറിഞ്ഞിരുന്നു, അതാ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെല്ലിയാലേ കിട്ടുള്ളൂ. നമ്മളെ പള്ളിക്ക വെള്ളിയാഴ്ച ചുമക്ക് വന്നാലേ ഒന്നാം ഖുത്ബ കഴിഞ്ഞിട്ട് കഴിയുന്നതിൻ്റെ ആ സമയത്ത് ഒരു ആയത്തോന്നും, ആ ആയത്തോതുന്ന സമയത്ത് ഇമാമ് പറയും കലാമുല്ലാഹിൽ മലിക്കിൽ മന്നാൻ. അപ്പൊ നമ്മളെന്ത് പറയും? സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. ഈ സാധനം ആരും എഴുതി പഠിച്ചതല്ലോ, എങ്ങനെ കിട്ടിയതാ? ബാപ്പ ചൊല്ലി വല്ലിപ്പ ചൊല്ലി കിട്ടിയതാ. ഇന്ന് പള്ളിക്കങ്ങൾ ചെന്ന് നോക്കി ഒറ്റ കുട്ടി മുണ്ടൂല, ഒക്കെ തൊള്ളയിൽ വല്ല പൊഗ് പോയ മാതിരി ഉണ്ടാവും. അതിന് ന്യായം പറയും, പള്ളിയിൽ നിന്ന് അങ്ങനെ ഒച്ച ചെല്ലാൻ പറ്റൂല, പഠിപ്പിക്കാൻ ചെല്ലാലോ. അടുത്ത തലമുറനെ പഠിപ്പിക്കാൻ അത് ചെല്ലിക്കൂടിങ്ങൾ എന്നാ ചെല്ലിക്കൂടെ. പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കം ചെല്ലാന്ന, പകലിൽ വരെ ഉറക്കോ നിസ്കരിക്കാൻ എന്തിന് പഠിപ്പിക്കാനാണെങ്കിൽ അതല്ലാലും. അതുകൊണ്ട് നമ്മൾ ഈ ഇരിക്കണ വാപ്പാര് ചെല്ലിയാൽ നമ്മളെ മക്കൾക്ക് കിട്ടും. ഒന്നാമത് അങ്ങനെ കഴിയാൻ നേരത്തെ മേലെ ഇരുന്നിട്ട് വർത്താനം ഇങ്ങനെ തുടങ്ങിണ്ടാവും. അപ്പൊ താഴത്തുനിന്ന് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കും, സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. അപ്പൊ മേലെ വർത്താനം താഴത്ത് ചുമ്മാ ഉണ്ടില്ലേ എന്ന് മനസ്സിലാവും. അപ്പൊ ഒരു മുണ്ടൂല. അടുത്തത് കുറച്ചാണ് പോയിട്ട് വർത്താനം അങ്ങനെ തുടങ്ങുമ്പോ അമീറുൽ മുഅ്മിനീന
സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ താഴത്തുനിന്ന് ഇങ്ങനെ കേൾക്കും റളിയല്ലാഹു അൻഹു. അപ്പൊ വർത്താനം നിൽക്കും. എന്തേ മേലെന്ന് വർത്താനം തുടങ്ങിയത്? താഴെ ഇത്യാദി ഒരു പരിപാടി ഇല്ലാതായി. എന്നിട്ട് ചെറുപ്പക്കാരെ കുറ്റം പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ചെറുപ്പക്കാരല്ല മോശമായത്, വയസ്സന്മാരാണ്. ഞാൻ വയസ്സനാട്ടോ, അതുകൊണ്ട് പറയാം. നിരക്കാത്ത നോക്കണ്ട, കുറച്ചൊക്കെ നിരച്ചിട്ടുണ്ട്. ഞാൻ വയസ്സന, അതുകൊണ്ട് പറയാം. വയസ്സന്മാരൊക്കെ ചെറുപ്പക്കാർ റമളാൻ മാസം ഉണ്ടായാല് പള്ളിക്കത്തെ ഹൗദക്ക് എത്ര വെള്ളടിച്ചാലും തികയില്ല. അത് വയസ്സന്മാർ നിൽക്കിച്ചിട്ടല്ല, ചെറുപ്പക്കാർ കയറിയാണ് നിൽക്കിച്ചിട്ടാണ്. മോശമായത് ചെറുപ്പക്കാരെന്നല്ല, നമുക്ക് തോന്നിയതാണ്. അതുപോലെ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള നന്മകളൊക്കെ അവരിലുണ്ട്. കുറച്ചൊക്കെ കുഴപ്പമുണ്ടാവും. അത് നേരാക്കാൻ തന്നെ ലഭ്യമായത്. അത് നേരാക്കാനുള്ള ലഭ്യമായത് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വാപ്പാക്ക് വാപ്പാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണമുണ്ടാവും. ഉമ്മാക്ക് ഉമ്മാൻ്റെ ഗുണമുണ്ടെങ്കിൽ മക്കൾക്ക് മക്കളുടെ ഗുണമുണ്ടായിരിക്കും. അതാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതാണ് ഇബ്രാഹിം നബിക്ക് ഹനീഫ് എന്ന ഓമന പേര് നൽകിയത്. മുസ്ലിമിനേക്കാൾ വലുതാക്കി ഹനീഫിനെ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. നമ്മളെ വിചാരം അനുസരിച്ച് ശരിക്കും പറയേണ്ടത് മുസ്ലിമൻ ഹനീഫൻ എന്നാണ്. എന്തേ ഹനീഫിനെ ആദ്യമാക്കിയത്? ഹനീഫിന് തെറ്റൂല, അത് ഇബ്രാഹിം നബിയാണ് അലൈഹിസ്സലാം. ഹനീഫിന് തെറ്റൂല, മുസ്ലിമിന് തെറ്റിയേക്കാം. അതുകൊണ്ടാണ് ഹനീഫിനെ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓമന പേരായിരുന്നു. അതുകൊണ്ട് വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടാകുമ്പോഴാണ്, ഉമ്മാക്ക് ഉമ്മാന്റെ ഗുണമുണ്ടാകുമ്പോഴാണ് മക്കൾക്ക് മക്കളുടെ ഗുണമുണ്ടാകുന്നത്. നമ്മൾ ഗൗസുൽ ആദമിന്റെ വാപ്പാനെ പറ്റി പറയലുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ പറ്റി. അബൂ സ്വാലിഹ് എന്നാണ് വാപ്പാന്റെ പേര്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട്. ചരിത്രമാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നൊരു അഭിപ്രായ വ്യത്യാസം. അത്തിപ്പഴം തിന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയ വാപ്പ. ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ആണ് വെക്കുക, അല്ലെങ്കിൽ എന്തായാലും ഒരാളെ വാപ്പയാണ്. രണ്ടാളും മോശക്കാരല്ലോ. എന്താ വാപ്പാക്ക് ഉണ്ടായ പ്രത്യേകത? അത്തിപ്പഴം തിന്നിട്ട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അത്തി മുതലാളി അബ്ദുല്ലാഹി സൗമായി എന്നാണ് മഹാനവർഗയുടെ പേര്. സയ്യിദ് കുടുംബാംഗമാണ്. അബ്ദുല്ലാഹി സൗമായി എന്നായിരുന്നു അത്തി മുതലാളിയുടെ പേര്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടൂല. തോട്ടത്തിൽ ജോലി ചെയ്തു പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. ജോലി കഴിഞ്ഞ് പൂർത്തിയാക്കിയിരുന്ന ഞാൻ പോട്ടെ, നിങ്ങൾ പൊരുത്തപ്പെടുവച്ചു. അതിൽ പറഞ്ഞു പൊരുത്തപ്പെടൂല. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നിന്റെ ഒരു മോളുണ്ട്, കയ്യും കാലും ഒന്നും ഇല്ല, അതിനെ കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ അതല്ല. അത്തിപ്പഴത്തിന് പകരം ആനമുടുക തിന്നു എന്ന് വിചാരിച്ചോളി, കുറച്ച് വലുതായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ പൊരുത്തപ്പെടിക്കാൻ പോയി. അപ്പം ഉടമസ്ഥൻ പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെടൂല, ഇതിൻ്റെ തെങ്ങിൻ്റെ ചോടൊന്ന് കൊത്തിക്കളക്കണം എന്ന് പറഞ്ഞ അന്തേക്കാരൻ വർത്തനം. ഈ വലുപ്പത്തില് വേറൊരാളെ നോയിക്കൊള്ളൂ എന്ന് പറയില്ലേ. അതുകൊണ്ട് തന്നെയാണ് മുഹ്യിദ്ദീൻ ശൈഖിന്റെ മരുന്ന് കുട്ടികൾ നമുക്ക് ഇല്ലാത്തതിന്റെ കാരണം. വാപ്പാക്ക് വാപ്പാന്റെ ഗുണമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മകന് മകന്റെ ഗുണമുണ്ടായത്. ഉമ്മാക്ക് ഉമ്മാന്റെ ഗുണമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മകന് മകന്റെ ഗുണമുണ്ടായത്. അതാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കളവ് പറയല്ല എന്നും ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നെ കൊടുത്തോവരേ. നുണ പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ഉമ്മയാണ്. ഉമ്മയും ബാപ്പയും പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം. അതാണ് ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് ഈമാൻ, ഒന്നാമത്തെ ഭാഗം ഈമാനെ സംരക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം ഇൽമിനെ സംരക്ഷിക്കണം. ഇൽമ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമിനാഫിയാക്കുക. ഇൽമിന് സംരക്ഷണം ഉണ്ടാവണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൽമിന് സംരക്ഷണം ഉണ്ടാവാൻ 3 കാര്യം.
എന്തേ പറയണം? മൈക്കടുത്ത് നോക്കണം. കേൾക്കാത്ത പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് നോക്കി. ഇൽമിന് സംരക്ഷണം കിട്ടണം. അതിന് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. 3 കാര്യമാണ് ഇൽമിന് സംരക്ഷണം നൽകുക. അതിൽ ഒന്നാമത്തെ കാര്യം, ഭൗതിക തലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ തലം പുരോഗമിക്കണം. എല്ലാവർക്കും ഒരേമാതിരിയുള്ള വിദ്യാഭ്യാസം മതിയാവില്ല. 3ാം ക്ലാസ് മദ്രസയിലും പോയി, 3ാം ക്ലാസ് സ്കൂളിലും പോയി, ആകെ അത്രേ പോയിട്ടുള്ളൂ. പിന്നെ അവന് കണ്ണൂട്ടാനും അറിയാം, കൗമുമ കയറാനും അറിയാം, വെറ്റിലപ്പൊടി നുള്ളാനും അറിയാം, പജ്ജിനെ കറക്കാനും അറിയാം. ഒരു ദിവസം പജ്ജിനെ കറന്നുകാണ്ട് വരുമ്പോൾ അവനോട് ചോദിച്ചു, അള്ളണ്ട് എന്നുള്ളതിൽ തെളിവെന്താന്ന് ചോദിച്ചു. എന്നാ ഓൻ പറയും, ദേശം അടുത്തേക്ക് വാനിക്ക് അപ്പം കാണിച്ചു തരാറ്. അവൻ്റെ ഇമാൻ പോവില്ല. എന്താ കാര്യം? 2 പേരും ഒരേ മാതിരിയാണ്. അതിനെ കാരണം ഇന്ന് ഈമാൻ പോണത് വിവരമില്ലാത്തവരതല്ല, വിവരമുള്ളവരതാണ്. യുക്തിവാദികൾ വിവരമില്ലാത്തവരല്ലല്ലോ, നിരീശ്വരവാദി വിവരമില്ലാത്തവനല്ലല്ലോ. ഈമാൻ പോയത് വിവരമില്ലാത്തവൻ്റെ അല്ല, വിവരമുള്ളവൻ്റെ. എന്താ കാരണം? ഭൗതിക തലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ തലം പുരോഗമിച്ചില്ല എന്നതാണ് കാരണം. ഭൗതിക വിജ്ഞാനം നേടുമ്പോൾ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ തീരണമെങ്കിൽ ആത്മീയ തലം പുരോഗമിക്കണം. +2 വരെ സ്കൂളിൽ പഠിക്കാവുന്ന വിഷയങ്ങളെ കവർ ചെയ്യുന്ന തരത്തിലാണ് മദ്രസയിൽ +2 വരെയുള്ള പുസ്തകങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് +2 വരെ സ്കൂളിൽ പോകുന്ന കുട്ടി +2 വരെ മദ്രസയിൽ വന്നെങ്കിൽ മാത്രമാണ് ഈ സ്കൂളിൽ നിന്നുണ്ടാകുന്ന സംശയം മദ്രസയിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സംശയം വന്നുകൊണ്ടിരിക്കും, സംശയം വരും. ഞാൻ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സുർക്ക, സംശയം തന്നെയുള്ളത്, സംശയം തന്നെയാണ്. സംശയം വരും. ആർക്കേ വരുള്ളൂ? സുർക്കയെ കുറിച്ച് പഠിച്ചവർക്കാണ് വരിക. അല്ലാതെ പേരിൽ അച്ചാറുണ്ടാക്കുന്ന ആൾക്കല്ല വരിക. ആർക്കാ വരിക? സുർക്കയെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് വരും. അത് സിന്തറ്റിക് വിനാഗിരിയാണ്, ആർട്ടിഫിഷ്യൽ സാധനമാണ്, ഒറിജിനൽ അല്ല. അതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കൂടുതലാണ്. ഇനി ഒറിജിനൽ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതിലുണ്ട് താനും. അപ്പോൾ എന്താണ് വിഷയം? വിഷയം ഏത് ഹദീസിലാണോ സംശയം തോന്നുന്നത് അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ആദ്യം ചെയ്യേണ്ട പണി അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം. പഠിച്ചത് മതിയായിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സുർക്കയുടെ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം. ഏതാണ് സുർക്കയുടെ ഹദീസ്? ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നു. വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷണം വല്ലതുമുണ്ടോ? വീട്ടുകാര് പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഉണങ്ങിയ റൊട്ടിയുണ്ട്. ഉണങ്ങിയ റൊട്ടി എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന റൊട്ടി വെയിലത്ത് വെച്ച് ഉണക്കി പാത്തു വെക്കും. പിന്നെ എപ്പോഴെങ്കിലും ഭക്ഷണമില്ലാതെ വരുമ്പോൾ വെള്ളം കുടഞ്ഞ് അത് രണ്ടാമതും ഉപയോഗിക്കും. അതാണ് ഉണങ്ങിയ റൊട്ടി. അത് മാത്രമാണ് ഉള്ളത്. എന്നാൽ കൊണ്ടുവരിക. അങ്ങനെ കൊടുന്നപ്പോൾ തിന്നാനൊരൽപ്പം പ്രയാസം തോന്നി. അപ്പം നബി തങ്ങൾ ചോദിച്ചു, ഇതിലേക്ക് കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ വീട്ടുകാര് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, സുർക്കയല്ലാതെ മറ്റൊന്നും ഇല്ല നബിയേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അറിയാം അർത്ഥം പറയും മനുഷ്യന്മാരെ. എന്താ അർത്ഥം? വേറൊന്നുമില്ലെങ്കിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എന്താ. ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം വന്നാലും അതേ ഹദീസ് തലക്കെന്ന് പഠിക്കണം. ഇനിയും തീരുന്നില്ല കേട്ടോ, സംശയം ഇനിയും വരും, സംശയം ഇനിയും വരും. അപ്പം എന്ത് വേണ്ടി വരും? ഇനിയും പഠിക്കേണ്ടി വരും. അതിനെന്ത് വേണം? ഭൗതിക വിജ്ഞാനം പുരോഗമിക്കുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒന്നും വേണ്ട, പള്ളിക്കത്തെ മൂലയിലേറ്റൊരു കണക്ഷൻ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള പള്ളിയത്തെ മൂലയിലേറ്റ് സംശയം വരുമ്പോൾ പോയി ചോദിക്കാനുള്ള ഒരു കണക്ഷൻ ഇന്ന് പുതിയ തലമുറയ്ക്ക്
എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ സാധനമില്ല. പഴയ ആൾക്കാർക്ക് ഉണ്ടാവും എൻ്റെ ഉസ്താദ് ഇബ്രാഹിം അല്ലാക്കായിരുന്നു, മമ്മല്ലാക്കായിരുന്നു, കുന്നത്തള്ളിയിലെ മൻമൂലയിലായിരുന്നു, പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. അതേസമയത്ത് പുതിയ കുട്ടികൾക്ക് ഉസ്താദൊക്കെ കുറേ ഉണ്ട്. ആരായിരുന്നോടാ എൻ്റെ ഉസ്താദ്? അതൊരു കണ്ണട വെച്ച ആളായിരുന്നു. വേറെ കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്ന ആളായിരുന്നു, അതുപോലെ തവള എന്തേലേക്കാരം. ഇതൊക്കെയാണ് ഉസ്താദ് എന്ന സാധനം. ഓർമ്മല്ല, എൻ്റെ ഉസ്താദ് എന്ന സാധനമല്ല. എൻ്റെ ഉസ്താദ് എന്ന സാധനം ഇല്ലാതെ പോയതിന് കുറേ കാരണമുണ്ട് കേട്ടോ. ഒരു കാരണം 12 വയസ്സിന് ശേഷം പഠിക്കാതിരിക്കുന്നതാണ് കാരണം. എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആള് 12 വയസ്സിന് ശേഷം ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് തോന്നണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അതിൻ്റെ മുമ്പ് വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഫസ്റ്റ് കിട്ടാൻ വേണ്ടി, സമ്മാനം കിട്ടാൻ വേണ്ടി ഒക്കെയുള്ളൂ. 12 വയസ്സിന് ശേഷമാണ് ജീവിക്കാൻ വേണ്ടി ഒരാൾ പഠിക്കുകയുള്ളൂ. അപ്പോഴേക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടും, ഒന്ന് 5ലും ഒന്ന് 7ലും. 5ലെ സർട്ടിഫിക്കറ്റ് നിർത്താൻ പോകുന്ന കേട്ട് വിദ്യാഭ്യാസത്തോടെ അങ്ങനെ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 7ലാണ്, അതിന് 7 വരെ കിട്ടുമല്ലോ. ഈ 5ന്ന് മുടങ്ങണതിൻ്റെ ഒരു കാരണം ആ സർട്ടിഫിക്കറ്റ് തന്നെ. ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യം ഇപ്പോൾ പുതിയാപ്പിള കാണാൻ വരുമ്പോൾ ഒന്നിങ്ങനെ നോക്കാനല്ലേ, അതിപ്പോൾ ഉസ്താദന്മാർ ഫ്രെയിം ചെയ്ത് കണ്ടു തരും. അതിന് കൊണ്ടുപോയി തൂക്കിയാൽ മതിയല്ലോ എന്ന് തോന്നുകയാണ് 5 കഴിഞ്ഞാൽ. 7 വരെ എത്തി കിട്ടിയാൽ അതെങ്കിലും ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. പോരാ, ഭൗതിക വിദ്യാഭ്യാസം സൗകര്യമില്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല. കേരളക്കാർക്ക് സൗകര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ സൗകര്യമുള്ളത്? ലോകത്ത്, ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് കേരളക്കാർക്ക് സൗകര്യമില്ലെങ്കിൽ പിന്നെ ആർക്കാ സൗകര്യം ഉണ്ടാകുക? സൗകര്യം ഇല്ലാത്തതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. വേണ്ട, ഒരു സൗകര്യമാണെങ്കിലും ഇതിലുണ്ടല്ലോ സൗകര്യം. ഇതെല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, ഇതിലുണ്ടല്ലോ സൗകര്യം. വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേണമെന്ന് കരുതിയാൽ സൗകര്യമുണ്ട്. അപ്പൊ ഇൽമിന്റെ സംരക്ഷണത്തിൽ ഒന്നാമത്തേത് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. അതിൽ രണ്ടാമത്തേത് ഗുരുവിനെ ആദരിക്കാൻ പഠിപ്പിക്കണം. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് ബാപ്പാട് പറയാണ്, വാപ്പ ഇപ്പ ഞങ്ങളെ എഴുമാശ എല്ലാവരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് കഷണ്ടിയാണ് ആളെ. അതിൽ വാപ്പ ചോദിക്കുക പറയണേ, അതയാൾക്ക് പറ്റിയ പേരെന്നെയാണ്, എവിടുന്നാ നേരാകുക? ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ പിന്നെ എവിടുന്നാ നേരാകുക? ഇതാണ് രണ്ടാമത്തെ കാര്യം. ഗുരുവിന് അപ്പ പറയണം, വാപ്പ മോനെ മോളെ, വാപ്പാൻ്റെ കുട്ടി ഇനി മേലാൽ അത് പറയരുത്. ആര് പറഞ്ഞാലും ശരി, ഞമ്മക്കത് പറയാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വാപ്പാക്കും ഉമ്മാക്കും കഴിയുമെങ്കിൽ ഗുരുനാഥന്മാരെ ആദരിക്കാതെ ഇൽമിന്റെ പരിപാലനം നടക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്താലേ ഇൽമിന്റെ പരിപാലനം നടക്കുള്ളൂ. ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. സൂറത്തു യാസീൻ പഠിക്കാത്ത ആരും ഉണ്ടാവില്ല, എന്നാൽ ഓതിയാലോ പൊട്ടി തിരിച്ചമായിരുണ്ടാവും. ഓതി അവസാനം ആയത്തില്ലോ എന്നുള്ള അർബുൽ മൈത്തൂൻ്റെ അവിടേക്കാനോട് എത്തും. പിന്നെ അങ്ങോട്ട് ഓതിയ കുറേ ഓതുമ്പോൾ തുടങ്ങിയെടുത്തേക്കാനോട് എത്തും. എന്താ സംഭവം? പഠിക്കയറ്റ അല്ല, പിന്നെന്തേ ഉപയോഗിക്കയറ്റ്. പഠിച്ച ഇൽമിനെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പുരോഗമനം ഉണ്ടാകൂ, അതിൻ്റെ പരിപാലനം നടക്കുകയുള്ളൂ. അതുകൊണ്ട് പഠിച്ച ഈ 3 കാര്യങ്ങളാണ് ഇൽമിൻ്റെ പരിപാലനം. ഇനി മൂന്നാമത്തെ കാര്യം ബുദ്ധിയുടെ പരിപാലനമാണ്. മക്കളുടെ ബുദ്ധിയെ പരിപാലിക്കേണ്ടത് മാതാപിതാക്കളാണ്. എന്താണ് ഈ ബുദ്ധിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ? ബുദ്ധി വികസിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം, അതിനാവശ്യമായ മരുന്നുകൾ കൊടുക്കണം, അതൊക്കെ വേണ്ട തന്നെയാണ്. ശരീരം എപ്പോഴും വൃത്തി ഉണ്ടാവണം, സുഗന്ധം ഉപയോഗിക്കണം. സുഗന്ധം ഉപയോഗിച്ചാൽ ബുദ്ധി കൂടുതലാവുമെന്ന് സയ്യിദുന ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം. ഇന്നിപ്പോൾ ഒരു കുട്ടി അത്രയൊന്നും വാങ്ങാൻ ആർക്കും കഴിവുകേടൊന്നുമില്ല, അതിനത്രം സാധുക്കളൊന്നും നമ്മുടെ നാട്ടിലൊന്നുമില്ല. അതുകൊണ്ട് കുട്ടികൾ സ്കൂൾക്കും മാനസ്കൊക്കെ പോകുമ്പോൾ ഒന്ന് അത്രയൊക്കെ പൂശി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബുദ്ധിയെ വർദ്ധിപ്പിക്കും. പല്ല് തേക്കൽ ബുദ്ധിയെ വർദ്ധിപ്പിക്കും, മിസ്വാക്ക് ചെയ്യൽ, നാവ് വൃത്തിയാക്കൽ ബുദ്ധിയെ വികസിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ കാലത്ത്
പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലഹരി ഉപയോഗിക്കാതിരിക്കുക. അതാണ് ബുദ്ധിയെ തകർക്കുന്ന സാധനം. ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. എന്നോട് എപ്പോഴും പള്ളിക്ക് വരുന്നേ, പള്ളിൻ്റെ ഒരു 4 പീടി അപ്പുറത്ത് പെട്ടിപ്പീടെ കച്ചവടം നടത്തുന്ന എല്ലാ ഭക്തനും പള്ളിക്ക് വരുന്നേ, മുക്കറില്ലാത്തുമ്പോൾ ഇടക്ക് വാങ്ങിക്കൊടുക്കണേ ഒരാൾ മരിച്ചിട്ട് അയാളുടെ മോൻ എന്നോട് പറഞ്ഞു, ഇപ്പാൻ്റെ പെട്ടിപ്പീടിയിൽ നോക്കുമ്പോൾ ഇന്നതൊക്കെ ഉണ്ട്, എന്താ വേണ്ടത്, വേറെ ആർക്കെങ്കിലും കൊടുത്തൊഴിവാക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ബക്കറ്റ് എഴുതി നടത്തിക്കോളി, ശരി ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൈ പിടിക്കുന്നുണ്ട്. ആദ്യം കൈ എടുത്ത് കൈ പിടിക്കുന്ന അതിൻ്റെ കൊടുക്കുക. അങ്ങനെ ശരിയില്ല. മാഷാ അല്ലാഹ്. പെണ്ണുങ്ങളെ അടുത്തൊക്കെ വരും കേട്ടോ, കൈ എടുത്ത് കൈ പിടിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരിക്കൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതേമാതിരി ഒരു രക്ഷിതാക്കളെ മീറ്റിങ്ങിന് ചെന്നു. ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വലിയ മഹല്ല, ഓട് രക്ഷിതാക്കളുള്ള നാഷണൽ ഹൈവേൻ്റെ സമീപത്താണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഒരു 10ാം ക്ലാസ്സൊക്കെ പ്രായമായാൽ ഒരു 5-8 കുട്ടികൾ കൂടിയിട്ട് ഒരു പീഡി റൂം വാടകയ്ക്ക് എടുക്കും. എന്നിട്ട് ഓല അവിടെ എന്തെങ്കിലും ഒരു ക്ലബിൻ്റെ പേര് ഇട്ടുകൊണ്ട് ഒരു തീറ്റും കുടിയും കടന്നുറങ്ങലും ഒക്കെ അവിടെ തന്നെ. അങ്ങനെ ഇവിടെ നോക്കിയാൽ ഒരു 10-20 പീഡിയൻ്റെ മേലെങ്കിലും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പ്രസംഗിച്ചോ പറഞ്ഞു, ആ വാടക കൊടുത്തവനും വാപ്പന്നെയാണല്ലോ. ഇത് കുട്ടികളെടുത്തത് ഒരാൾ വാടക കൊടുത്തിട്ടല്ലേ, ഓനും വാപ്പന്നല്ലേ, ഓനും ഇല്ലേ മക്കള്, ഓനും മജ്‌ലിസിനോർക്ക് 313 കൊടുക്കലില്ലേ മക്കൾ നേരാവാൻ. എവിടുന്ന നേരാക? ആരാൻ്റെ മക്കളെ ഈ തോതിലാക്കി കേടെടുത്തിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് കോഴി വാങ്ങിക്കൊടുത്ത് തീറ്റിച്ചിട്ട് പിന്നെ കുട്ടികൾ നേരാവണം എന്ന് പറഞ്ഞാൽ എവിടുന്ന നടക്കുക? ഇതന്നെയാണ് പ്രശ്നം. അപ്പം ഞാൻ ഇത് കുറച്ച് മുമ്പാണ് കേട്ടോ. അപ്പം അയാൾ മരിച്ചിട്ട് കട നിർത്തി. ഓന് വേറെ ജോലിയൊക്കെ ഉണ്ട്. കട നിർത്തിയിട്ട് പരിശോധിച്ചപ്പോൾ പാപ്പാൻ്റെ പീടിയിൽ ഇന്നൊക്കെ സാധനങ്ങൾ കിട്ടി. എന്താ ഉസ്താദെ കാട്ടുക? അത് ഞാൻ ഇത് വിൽക്കണ വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വിവരം ആരോടും പറയരുത്, ഞാനൊരു മാത്രം അറിഞ്ഞാൽ മതി. അതെന്തെങ്കിലും ഒരു സാധനത്തിൽ പോയിട്ട് കണ്ട് ആരും കാണാതെ പുഴയ്ക്ക് കൊണ്ടുപോയിട്ടാന്ന് പറഞ്ഞു. ഇതെന്താ പറയാൻ പറ്റും? ഇതൊക്കെയാണ്. അപ്പോൾ ലഹരി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളാണ് ചുറ്റുഭാഗത്തും. അതറിയിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതുകൊണ്ട് എന്തുവാണെന്ന് നിങ്ങൾ അവനാൻ്റെ മക്കളെ നല്ലോണം നോക്കുക. എങ്ങനെ നോക്കുക? അടയാളങ്ങളെ ശ്രദ്ധിക്കുക. ലഹരിക്ക് അടയാളമുണ്ട്, ലഹരി ഉപയോഗിക്കുന്നതിന് അടയാളമുണ്ട്. പണ്ടത്തെ അടയാളം ഇപ്പോഴത്തെ അടയാളം വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. പണ്ട് കണ്ടുപിടിച്ച് അങ്ങനെ ആടും, WWW എന്നിട്ട് വരിക. ഇന്നിപ്പോൾ അങ്ങനെ ആടുന്ന സാധനങ്ങൾ വല്ലാതെ ആരും കുടിക്കില്ല, വളരെ ലോക്കലാണ്. ഇപ്പം ആട്ടല്ല, നീർന്നിക്കുക. മുമ്പ് ആടലായിരുന്നു, ഇപ്പം ആട്ടം നിൽക്കുക. മുമ്പൊക്കെ കണ്ടുപിടിച്ചാൽ ഒരു വാസന ഉണ്ടാവും ആളടുത്തേക്ക് വരുമ്പോൾ. ഇപ്പം അതിൻ്റെ ഒപ്പം തൊള്ളയിലിടാനൊരു പാക്കും കൂടിയും കിട്ടും. നല്ല നല്ല വാസന അല്ലേ? ചിലപ്പോൾ ഊതിൻ്റെ വാസനയൊക്കെ കേൾക്കാരം. ഒരാൾ കള്ളുടിച്ചാണിട്ട് വരുമ്പോൾ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നാണ് തോന്നുക. അപ്പം അതുകൊണ്ട് പഴയ അടയാളങ്ങളൊന്നുമില്ല, പുതിയ അടയാളങ്ങളെ നോക്കണ്ടേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇന്നിപ്പോൾ പറയാൻ പറ്റിയൊരു ദിവസമാണ്. എന്തുകൊണ്ടാ വെച്ചാൽ തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, കുട്ടികളുണ്ടാവില്ല എന്നുള്ളതൊരു സൗകര്യമാണ്. ശരിക്കും രക്ഷിതാക്കളെ മീറ്റിംഗ് എപ്പോഴും വർക്കിംഗ് ഡേയിൽ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളില്ലാത്ത സമയത്ത് നടത്തണം. പാൻസ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുന്ന സമയത്ത് പോക്കറ്റ് വാസനിച്ച് നോക്കുകയാണ് വേണ്ടത്. ചന്ദനത്തിരി പോലെയുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ വാസന തോന്നുകയാണെങ്കിൽ സംശയം നമ്പർ 1, ഒന്നാമത്തെ സംശയം അപ്പോൾ കൊടുക്കണം. പിന്നെ കൂടുതൽ അടയാളം നോക്കുക. ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്. മൊത്തത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്.
20 റുപ്യ 50 റുപ്യ ഇങ്ങനെയുള്ള 100 റുപ്യയിൽ താഴെയുള്ള പൈസ പെരേന്ന് കാണാതാവുക അതൊരടയാളാണ്. നമ്മളോട്ട് ശ്രദ്ധിക്കൂല, പൈസ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറിയ പൈസ നല്ലോണം സൂക്ഷിക്കണം. 10,000 രൂപ കള്ളരും സൂക്ഷിക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തക്കിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ പൈസകൾ നല്ലോണം സൂക്ഷിക്കണം. കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളല്ലാതെ ആരാ കൊടുക്കാം. പക്ഷെ എന്താണ് ആവശ്യം, ആവശ്യത്തിന് കൊടുക്കുക. അതിൽ ബാക്കി എത്രയുള്ളത് അത് വാങ്ങിക്കുക. പിന്നെ ആവശ്യമുണ്ടോ പിന്നെയും കൊടുക്കുക. സാധാരണ മനുഷ്യൻ്റെ കുട്ടികൾ തിന്നണതൊക്കെ തിന്നോട്ടെ, എന്നും തിന്നണ്ടെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഒരു ഐസ്ക്രീം തിന്നോട്ടെ. അതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ കിട്ടണ വയ്യ നോക്കും. ഇടയ്ക്കൊക്കെ ഒരു ഐസ്ക്രീം തിന്നോട്ടെ, എന്നും ഐസ്ക്രീം തന്നെ ആക്കണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക, അതിന് പൈസയും കൊടുക്കുക. പക്ഷെ ഒരു കയ്യും കണക്കൊക്കെ വേണം. അപ്പം അടയാളങ്ങൾ നോക്കുക. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക ലഹരി ഉപയോഗത്തിൻ്റെ ഒരു അടയാളമാണ്. ശരീരം വെല്ലിച്ചു പോവുക, ഒറ്റയ്ക്കിരുന്ന് ദൂരേക്ക് നോക്കുക ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. സ്വന്തമായുള്ള സൈക്കിൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. വാപ്പാക്കും മാക്കും പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുക ലഹരിയുടെ അടയാളമാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് സ്നേഹവും ലഹരിയുടെ അടയാളം. ഉമ്മാനോട് കീറ, പെങ്ങന്മാരോട് ദേഷ്യം, ഇളയമാൻ്റെ മകളെ കടിച്ചുകൊണ്ട് കിടക്കിടക്ക് പോകും, അമ്മായിൻ്റെ മോളെത്തിൻ്റെ അപ്പുറം. അകന്ന കുടുംബത്തോട് താല്പര്യം കൂടുതൽ, അടുത്ത കുടുംബത്തോട് ദേഷ്യം ലഹരിയുടെ അടയാളം. എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കും. റൂമിലെപ്പോഴും വാതിൽ കുറ്റിയിട്ടേ ഇരിക്കുള്ളൂ ലഹരിയുടെ അടയാളമാണ്. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം റൂമിൽ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളം. ഇങ്ങനെ അടയാളങ്ങളെ ശ്രദ്ധിച്ച് ഒരു 3 അടയാളം കിട്ടിയാൽ ഉറപ്പിച്ചോളി സംഗതി ഉണ്ട്. എന്താ വേണ്ടത്? ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കാൻ നിലവിൽ സംവിധാനമുണ്ട്. അതിന് ഡി അഡിക്ഷൻ സെൻ്ററുകൾ എന്നാണ് പറയാം. അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുക. ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് അഡിക്ഷൻ, മാറാത്തതല്ല. അതുകൊണ്ട് പൈസക്ക് കുറച്ച് ചിലവുണ്ടാവുന്നേ ഉള്ളൂ. പൈസ ചിലവാക്കി ചികിത്സിച്ച് മാറ്റണം. ഇതാണ് സംഗതി. ഇതാണ് ബുദ്ധിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞ സാധനം. പിന്നെ 4-മത്തേത് സ്വഭാവത്തിൻ്റെ സംരക്ഷണമാണ്. സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു അഭിമാനം. മനുഷ്യൻ്റെ അഭിമാനം എന്ന് പറഞ്ഞ സാധനം വേറൊന്ന് അഭിമാനം. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ച പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റായിരുന്നു ഇന്നത്തെ ഈ ദിവസം, ഇന്നത്തെ ഈ സ്ഥലം, ഇന്നത്തെ ഈ മാസം എത്രത്തോളം പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാകുന്നു നിങ്ങളുടെ അഭിമാനം. അഭിമാനം അതിന് ക്ഷതം വരും വെള്ളം കൂടി എന്നാലൊഴിക്കും അന്നു ഞാനാ നടപടി. ഞാൻ ഒരിക്കൽ തൊയ്യിബ് വയസ്സ് പറഞ്ഞൊരു അനുഭവം ഓർമ്മയാണ് സാഹചര്യത്തോടനുബന്ധിച്ച്. ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ വാർഷികം നടക്കുകയാണ്. തൊയ്യിബ് വയസ്സൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അവരിങ്ങനെ ഈ ബാനർ കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോകും. അപ്പോൾ ക്യാൻറ്റീനിലുള്ള ആളോട് ഭക്ഷണം കുറച്ചെടുത്ത് കൊണ്ടിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഭക്ഷണം എടുത്തേക്കും. ഇവർ കുറച്ച് നേരം വൈകി പോസ്റ്ററും ബാനറൊക്കെ കെട്ടിയിട്ട് വരും, വന്നിട്ട് അത് കഴിക്കും. ഒരു ദിവസം ഐദറസ് ഉസ്താദ് ജാമ്യയിൽ വന്ന ഒരു മീറ്റിങ്ങിന് രാത്രി അവിടെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ ക്യാൻറ്റീൻ്റെ മാനേജർ, അതിൻ്റെ നടത്തിപ്പുകാരൻ ആ തൊയ്യബും കൂട്ടരോട് വന്നിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിങ്ങാണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് മനുഷ്യനൊരു വൈക്ക് പോകാറുണ്ടല്ലോ എന്ന് പറയണത് ഐദറസ് ഉസ്താദ് കേട്ടു. ഈ തൊയ്യബ് ഐദറസ് ഉസ്താദിൻ്റെ മോനാന്ന് അയാൾക്കറിയില്ല. ഇത് കേട്ടു. ഐദറസ് ഉസ്താദ് ജാമ്യൻ്റെ മുമ്പിലുള്ള
ചീനി മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് തൊയ്യിബിനറിയോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു തൊയ്യിബിനറിയാമെന്ന് പറഞ്ഞു. ഓനോട് വാപ്പ വിളിക്കുന്നുണ്ട്, ചീനിയുടെ ചോട്ടിലുണ്ട് എന്ന് പോയി പറയുക. അങ്ങനെ പോയി പറഞ്ഞു. തൊയ്യിബ് പൈസ വന്നപ്പോൾ വാപ്പ ചോദിച്ചു, എൻ്റെ കീശയിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. എന്നാൽ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇതാണ് ഈ അഭിമാനം എന്ന് പറഞ്ഞ സാധനം. അഭിമാനം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല. തന്നെ സംഗതി. മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം എന്താ? മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. മിസ്കീൻ അഭിമാനിയായിരിക്കും, ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഓനിങ്ങനെ കഴിഞ്ഞ കൊല്ലത്ത് 25,000 വരാൻ കൂടിയില്ല. കൊല്ലത്ത് 25,000 ഞാൻ നേരത്തെ തന്നെ വന്നതാണ്. നിങ്ങൾ അവിടെ കൂടിയും കൂടി തന്നാലേ അറിയാം. ആ സമയത്ത് മിസ്കീൻ ഓൻ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ ഒരുങ്ങുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ കാണൂല, അപ്പുറത്തെ വായിൽ കൂടി ഇറങ്ങിയാണ് പോയി. മിസ്കീൻ അഭിമാനിയാണ്. മനുഷ്യൻ്റെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കല്യാണപ്പേരെ ചെന്നു VIP-കൾക്ക് വേറൊരു പന്തലും കാണാണ്ട്, സാധാരണക്കാർക്ക് വേറൊരു പന്തലും കാണാണ്ട്, രണ്ടോടത്തൊന്നും ചോറ് വയ്ക്കരുത്. അത് മനുഷ്യൻ്റെ അഭിമാനം കളയും. VIP-കളിൽ നിന്ന് അഭിമാനം കളയാൻ കാരണം മറ്റൊരു ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. താന്ന പന്തലിൽ ഒരിക്കലും നിന്നരുത്, അത് മനുഷ്യൻ്റെ അഭിമാനത്തെ കളയും. അപ്പോൾ സ്വഭാവം ക്ലിയറാക്കാൻ പഠിപ്പിക്കേണ്ടത് അഭിമാനബോധമാണ്. ബാക്കിയൊക്കെ അതിനെ തുടർന്ന് അങ്ങനെ വന്നോളൂ. പിന്നൊരു കാര്യം കൂടിയുണ്ട്, സ്വഭാവം നന്നാക്കാൻ ദേഷ്യം പഠിപ്പിക്കാതിരിക്കണം. ദേഷ്യം എന്ന സാധനം പഠിപ്പിക്കാതിരിക്കണം. അങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവത്തെ നന്നാക്കുക. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്വഭാവം തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ഞാൻ എപ്പോഴൊരു ഉദാഹരണം പറയലുണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ നായേന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. എവിടുന്ന് കിട്ടിയത്? വാപ്പമ്മാനെ വിളിച്ചത്, അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിച്ചത്. അല്ലാതെ എവിടുന്ന് കിട്ടുക? അല്ലെങ്കിൽ രണ്ടാളും കൂടി കൂടിയിട്ട് അപ്പുറത്തുള്ള തറവാടത്തെ വല്യപ്പാനെ വിളിച്ചിട്ടുണ്ടാവും. ബാപ്പിമ്മയും വിളിച്ചതല്ലാതെ കുട്ടികൾ വിളിക്കൂല. അല്ലാത്തത് തീരെ കിട്ടൂല എന്നല്ല, പക്ഷേ വളരെ പ്രയാസമാണ്. ബാപ്പാനെയും ഉമ്മാനെയാണ് ഏറ്റവും നന്നായിട്ട് അനുകരിക്കുക. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് സ്വഭാവം പഠിയുന്നത്. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന നല്ല സമീപനമെങ്കിലും നമ്മളെ കുട്ടിയോട് കാണിക്കാൻ പറ്റണം. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്. അയൽപക്കത്തുനിന്ന് കുട്ടി വന്നപ്പോൾ നമ്മളൊരു ഗ്ലാസ് ചായ കൊടുത്തു, ക്ലാസ് വീണ് പൊട്ടി, എന്താ പറയുക? സാരക്കാറി. നമ്മളെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു, ക്ലാസ് വീണ് പൊട്ടി, എന്താ പറയുക? എനിക്ക് ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ വേറെ എന്താ പണി അറിയും? അല്ലെങ്കിൽ മൊത്തം ക്ലാസ് ജനലെ പൊട്ടിച്ച് നിർത്തേറി പണ്ടാറ കാലാనికి ഇവിടുന്ന് ക്ലാസ്സിൽ ചായ ഇട്ടൂരാന്ന് പറയും. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന നല്ല സമീപനം നമുക്ക് നമ്മളെ കുട്ടിയോട് ചെയ്യാൻ പറ്റണില്ല. ഇതിൻ്റെ പേരാണ് ഈറ പിടിച്ചുകാരൻ. അപ്പൊ ദേഷ്യം പഠിപ്പിക്കരുത്, ഇതാണ് സ്വഭാവം പഠിപ്പിക്കരുത്. ഇനി വളരെ പ്രധാനപ്പെട്ട 5-ാമത്തെ കാര്യം, സമ്പത്തിന്റെ സംരക്ഷണം പഠിപ്പിക്കണം. 1-ാമത്തേത് ഈമാനിന്റെ സംരക്ഷണം, 2 ഇൽമിന്റെ സംരക്ഷണം, 3-ാമത്തേത് സ്വഭാവത്തിന്റെ സംരക്ഷണം, 4 ബുദ്ധിയുടെ സംരക്ഷണം. ഇനി 5-ാമത്തേത് സമ്പത്തിന്റെ സംരക്ഷണമാണ്. മുതൽ സംരക്ഷിക്കപ്പെടാൻ ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി. പൈസ ഉണ്ടാവാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. മുതൽ സംരക്ഷിക്കപ്പെടാൻ ആകെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദാനശീലം പഠിപ്പിച്ചാൽ മതി. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട. അത് മഴ പെയ്യണേ, ആ ഒച്ച കേൾക്കുന്നത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഒച്ച എന്താണ്? മഴ പെയ്യുകയാണ്. മനസ്സിലായവരൊക്കെ ഇങ്ങോട്ട് നോക്കി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഭക്തതവുകൾ അറിയേണ്ടതാ, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും
സമയമതിലൊന്നാണ്. അല്ലാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ, ഖൈറിലും റാഹത്തിലും ആക്കി തരട്ടെ, രോഗങ്ങളെല്ലാം ശിഫയാക്കട്ടെ, മാലിലും ഔലാദിലും ബറക്കത്ത് നൽകട്ടെ. എല്ലാവരും കേട്ടോ. അഞ്ചാമത്തെ കാര്യം മുതലിൻ്റെ സംരക്ഷണമാണ്. മുതലിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിച്ചാൽ മതി, ദാനശീലം പഠിപ്പിച്ചാൽ മതി. അതിപ്പോൾ മഹലിലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, മഹലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു നാട്ടിൽ മൊത്തത്തിൽ സമ്പത്തുണ്ടാവും, ആ നാട്ടുകാരെ ദാനശീലം പഠിപ്പിച്ചാൽ. അതിനാണ് നമ്മൾ വെള്ളിയാഴ്ച പിരിവർത്തനം. ദാനശീലം പഠിച്ചാൽ സമ്പത്തുണ്ടാവും. മക്കളെ ദാനശീലം പഠിപ്പിക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ നന്നായി ദാനം കൊടുത്താളെ. യുദ്ധത്തിന് പോകാൻ വേണ്ടി നബി തങ്ങൾ വഅദ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നീച്ചെന്നിട്ട് പറഞ്ഞു 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും നമ്മളെ വക ഓഫറാണ് പറഞ്ഞു. ഇരിക്കുക. രണ്ടാമത് വഅദ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് പിന്നെ നീച്ചു. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും എൻ്റെ വകയായി നൽകാം നബിയേ എന്ന് പറഞ്ഞു. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും മൂപ്പർക്ക് പുതിയ ഹൈവേൻ്റെ വക്കത്ത് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് ഈ ഹൈവേ വികസനം വന്നപ്പോൾ നല്ല വിലക്കണ് കൊടുത്തപ്പോൾ കൊടുക്കാൻ മാത്രം ഉണ്ടായത് ഈ കാരന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരിയല്ല, മദീനക്കാരനല്ല. മക്കത്തുനിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് വന്നതാണ്. പിന്നെന്ത് കൊടുക്കാണ്ടായതിൻ്റെ കാരണം 2 എണ്ണമാണ്. ഒന്ന്, കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നതാണ്. 2, മൂപ്പര വാപ്പ അഫ്ഫാൻ കൊടുക്കലേന്നായിരുന്നു എന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അഫ്ഫാൻ എന്ന് പറയുന്ന ആള് ദാനശീലമുള്ളവനായിരുന്നു എന്നതാണ് ഒരു കാരണം. രണ്ടാമത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നതാണ്. കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ പേഴ്സ് മറന്നു വെക്കും. അതാ ഞാൻ എന്ത് ചെയ്തു, പേഴ്സ് മറന്നു വെച്ചു. എല്ലാ വെള്ളിയാഴ്ചയും പേഴ്സ് മറന്നു വെക്കും. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ. കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലോ വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോൾ ഒരു 20 റുപ്യൻ്റെ നോട്ടും ഒരു 50 റുപ്യൻ്റെ നോട്ടും ഒരു 100 റുപ്യൻ്റെ നോട്ടും ഒരു 500 റുപ്യൻ്റെ നോട്ടും വെച്ചിട്ട് വരും. മോലേര പറച്ചിലിൻ്റെ കട്ടി പോലെ എടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കാൻ മനസ്സുള്ളവൻ അങ്ങനെ. കൊടുക്കാൻ മനസ്സില്ലാത്തവൻ പേഴ്സുള്ള കുപ്പായ അവിടെ വെച്ചിട്ട് വേറെ കുപ്പായത്തിന് കണ്ടുവരും. എന്നാൽ വർത്താനത്തിലോ ഇവിടെ എന്നും പിരിവന്നേന്ന് പറയും. ആര്? കൊടുക്കാത്തോ. കൊടുക്കണവനോ ഒരക്ഷരം കൊണ്ടുവരും. അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും, ഓൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സമ്പത്തിൻ്റെ പരിപാലനം ദാനശീലം പഠിപ്പിക്കലാകുന്നു. ഉച്ചക്ക് ചോറേച്ചിട്ട് പേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് വാതിലുമ വെല്ലടിച്ചു. റമദാൻ മാസാണ്. റമദാൻ മാസാണ്. റമദാൻ മാസം ചോറേച്ചില്ലല്ലോ അല്ലേ? എന്നാ വേണ്ട, റമദാൻ മാസമല്ല. നമുക്ക് ഉച്ചക്ക് ചോറേശിയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒരു സാധു മനുഷ്യനാണ്. അതിൽ വല്യമ്മക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച പൈസ ഉണ്ടായിരുന്നു. വേറെ പൈസ ഒന്നുമില്ല. അതിനൊരു 5ൻ്റെ കോട്ടൺ റുപ്യൻ്റെ എടുത്തിട്ട് മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ പാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വന്നതല്ല അയാൾ. വെറും കൈയോടെ മടക്കുന്നത് ശരിയല്ല. ഇപ്പാൻ്റെ കുട്ടി എന്താണ് കൊണ്ടേ കൊടുത്തടാന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തയച്ചാൽ പഠിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പേരാണ് ദാനശീലം. അതാണ് പഠിപ്പിച്ചാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടും. ദാനശീലമുള്ളവർക്കേ സമ്പത്തിൻ്റെ സംരക്ഷണമുള്ളൂ. ഖിദർ അലൈഹിസ്സലാം മതിൽ നന്നാക്കി കൊടുത്ത വാപ്പ ദാനശീലമുള്ളവരായിരുന്നു എന്ന് സയ്യിദുനാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സംഗതി. അപ്പം മക്കൾക്ക് നമ്മൾ 5 സംരക്ഷണങ്ങൾ നൽകുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു വാപ്പി ഉമ്മയായി മാറുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.